വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ഒറ്റക്കെട്ടായി എതിർക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. പാർലമെന്റിൽ ചേർന്ന ഇന്ത്യ സഖ്യ പാർട്ടികളുടെ യോഗത്തിലാണ് തീരുമാനം. വഖഫ് ഭേദഗതി ജനാധിപത്യത്തിന് എതിരാണ് എന്ന വിലയിരുത്തലാണ് യോഗത്തിലുണ്ടായത്. ഒറ്റക്കെട്ടായ തീരുമാനമെന്ന് കെ.സി. വേണുഗോപാൽ അറിയിച്ചു. ബിൽ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ബിൽ പാസാക്കുന്നതിനെ ശക്തമായി എതിർക്കും. RSPയുടെ N.K. പ്രേമചന്ദ്രൻ പറഞ്ഞു. ബജറ്റ് സമ്മേളനം അവസാനിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെയാണ് നിർണായകമായ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. ഈ സമ്മേളന കാലയളവിൽ തന്നെ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രിമാർ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുക. 8 മണിക്കൂർ ചർച്ച നടക്കും. കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. എല്ലാ MP-മാർക്കും വിപ്പ് നൽകാൻ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. സംയുക്ത പാർലമെന്ററി സമിതി കടന്ന് ഭരണപക്ഷ നിർദ്ദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ വഖഫ് നിയമ ഭേദഗതി ബില്ലാണ് പാർലമെന്റിലേക്ക് എത്തുന്നത്. ബില്ല് പാസാക്കാനുള്ള അംഗസംഖ്യ ഉള്ളതിനാൽ സർക്കാരിന് ആശങ്കയില്ല. ന്യൂനപക്ഷ വിരുദ്ധമെന്ന പ്രചരണം കേന്ദ്രം പാടെ തള്ളുകയാണ്. KCBCയും CBIയും ഒക്കെ പിന്തുണച്ചത് സർക്കാരിന് ആശ്വാസമായി. NDAയിലെ പ്രധാന ഘടകകക്ഷികളായ JDUവും TDPയും അംഗങ്ങൾക്ക് വിപ്പ് നൽകിയതോടെ ആ പാർട്ടികളുടെ നിലപാട് വ്യക്തമായിട്ടുണ്ട്. ചർച്ചയിൽ CPM MP-മാർ പങ്കെടുക്കുകയും ചെയ്യും. വഖഫ് ഭേദഗതി ബിൽ ചർച്ചയിൽ CPM MP-മാർ എന്തായാലും പങ്കെടുക്കുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് MP-മാർക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെ മധുരയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനെത്തിയ K. രാധാകൃഷ്ണൻ MP ഡൽഹിയിലേക്ക് മടങ്ങും. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യണമെന്നാണ് MP-മാർക്ക് പാർട്ടി നൽകിയ നിർദ്ദേശം. ചർച്ചയിൽ പങ്കെടുക്കാൻ 4 MP-മാരോടും നിർദ്ദേശം നൽകിയതായി പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സ്ഥിരീകരിച്ചു. മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതിനാൽ അടുത്ത 4 ദിവസം CPM MP-മാർ ലോക്സഭയിൽ എത്തില്ലെന്ന് കാണിച്ച് K. രാധാകൃഷ്ണൻ MP ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തു നൽകിയിരുന്നു. CPM പാർലമെന്ററി പാർട്ടി നേതാവായ K. രാധാകൃഷ്ണന്റെ കത്ത് പുറത്തു വന്നതോടെയാണ് വഖഫ് ബില്ലിനെ എതിർത്ത് സംസാരിക്കാൻ CPM പ്രതിനിധികൾ ഉണ്ടാവില്ലെന്ന വിവരം പ്രചരിച്ചത്. K. രാധാകൃഷ്ണന് പുറമെ അമ്രാറാം, അതുപോലെ S. വെങ്കിടേശൻ, R. സച്ചിദാനന്ദൻ എന്നീ MP-മാരാണ് ലോക്സഭയിൽ CPM-നുള്ളത്. ചൊവ്വാഴ്ച മുതൽ ഏപ്രിൽ 4 വരെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്നായിരുന്നു കത്ത്. എതിർക്കണമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡും ആവശ്യപ്പെട്ടു. അതേസമയം ബില്ലിനെ എതിർക്കണമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് MP-മാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. NDA ഘടകകക്ഷികളോടും ബോർഡ് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ഉച്ചയോടുകൂടി തന്നെയാണ് വഖഫ് ഭേദഗതിയിൽ ചർച്ച നടക്കുക. നിർണായകമായൊരു തീരുമാനത്തിലേക്കാണ് നാളെ എത്തുന്നത്. ബിൽ ചർച്ചയിൽ എല്ലാവരും സജീവമായി തന്നെ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യ പാർട്ടികളുടെ യോഗത്തിലാണ് ഈ തീരുമാനം കൊണ്ടത്. വഖഫ് ഭേദഗതി ജനാധിപത്യത്തിന് എതിരാണ് എന്ന വിലയിരുത്തലായിരുന്നു ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായതെന്നാണ് വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത്.